ഹലോ ഹായ് അസ്സാമലൈക്കും, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നൊരു മിനി വ്ളോഗാണ്. ഞങ്ങൾക്ക് നോമ്പ് തുടങ്ങാനായി ഇപ്പോൾ ഒന്ന് ഫ്രഷ് ജ്യൂസ് കുടിക്കാൻ വേണ്ടി ഒരു ജ്യൂസർ വാങ്ങാമെന്ന് ഓർത്തു. അങ്ങനെ ഞങ്ങൾ എറണാകുളത്ത് ഹോൾസെയിൽ ഷോപ്പിലേക്ക് പോയി. അപ്പോൾ മോന് ഉച്ചയ്ക്ക് ക്ലാസ് ഉണ്ടായില്ല. അപ്പോൾ ഉച്ച കഴിഞ്ഞിട്ടാണ് നമ്മൾ പോയത്. 5 മണിക്ക് മുന്നേ അവിടെ എത്തുകയും വേണമായിരുന്നു. അപ്പോൾ കുറച്ച് ഹറിബറിയായിട്ടാണ് പോയത്. എറണാകുളത്ത് മെഡിക്കൽ ട്രസ്റ്റിനടുത്തുള്ള ഒരു ഹോൾസെയിൽ ഷോപ്പാണിത്. ഇതെന്തോ 5-5:30 വരെയൊക്കെ ഇത് ഓപ്പൺ ആയിട്ടുണ്ടാവുള്ളൂ. അപ്പോൾ അതിന് മുന്നേ തന്നെ നമുക്ക് അവിടെ എത്തണമായിരുന്നു. അങ്ങനെ അവിടെ ചെന്നു ഒരു ജ്യൂസർ നമ്മൾ വാങ്ങി. അപ്പോൾ പഴയ മിക്സിയുടെ ജാറിന് ഒരു ലിഡും കൂടി വാങ്ങാനുണ്ടായിരുന്നു. അപ്പോൾ അതും വാങ്ങി. അപ്പോൾ ജ്യൂസറിന് 4800 രൂപയാണ് ആയത്, ജ്യൂസർ മാത്രം. പിന്നെ ലിഡിന് 90 രൂപയുള്ളൂ. അങ്ങനെ ജ്യൂസറൊക്കെ വാങ്ങിച്ച് അവിടെ നിന്ന് ഇറങ്ങി. പിന്നെ ഞങ്ങൾക്ക് ബ്രോഡ്വേയിൽ കൂടി ഒന്ന് പോകാനുണ്ടായിരുന്നു, മെത്തർ ബസാറിൽ. എപ്പോൾ എറണാകുളത്ത് പോയാലും മെത്തർ ബസാറിൽ ഒന്ന് കയറിയില്ലെങ്കിൽ എനിക്ക് സമാധാനമാവില്ല. കാരണം സ്റ്റിച്ചിങ്ങിൻ്റെ ആവശ്യ സാധനങ്ങളൊക്കെ ഞാൻ വാങ്ങുന്നത് അവിടെ നിന്നാണ്. അങ്ങനെ ഞങ്ങൾ മെത്തർ ബസാറിലേക്ക് പോയി. അവിടെ പോയപ്പോഴാണ് അതിന് തൊട്ടടുത്തുള്ള നഴ്സറി ഓപ്പണാണ്. സാധാരണ നമ്മൾ ശനിയാഴ്ചയൊക്കെ ആയിരിക്കും എറണാകുളത്ത് പോകുന്നത്. അപ്പോൾ ഈ നഴ്സറി അന്ന് ക്ലോസ് ആയിരിക്കും. അപ്പോൾ ഇന്ന് നോക്കിയപ്പോൾ ഉണ്ടടാ ചെടികളുടെ നല്ലൊരു കാഴ്ച. പിന്നെ ഒന്നും നോക്കിയില്ല, അങ്ങോട്ടേക്ക് പോയി. നഴ്സറി കാണുമ്പോൾ ഒന്നും വാങ്ങിയില്ലെങ്കിൽ ചുമ്മാ കയറി വെക്കുന്ന ദുശീലം മിക്ക പെണ്ണുങ്ങൾക്കുണ്ടല്ലേ. അതുപോലൊരു ദുശീലം എനിക്കുണ്ട്. അങ്ങനെ ഞാനും ഒന്ന് കയറി കാണാമെന്ന് വിചാരിച്ചു. മോൻ്റെ കൂടെ പോയാൽ അവനൊന്നും വേണ്ടാന്ന് അറിയില്ല. പക്ഷേ ഹസ്ബൻഡിൻ്റെ കൂടെ പോയിട്ടുണ്ടെങ്കിൽ ഒന്നും നോക്കാൻ നമ്മളെ സമ്മതിക്കത്തില്ല. നമ്മൾ വെറുതെ സമയം കളഞ്ഞു പറഞ്ഞ് നമ്മളിങ്ങനെ വഴക്ക് പറഞ്ഞുകൊണ്ടിരിക്കും. അവിടെ ഫേൺസിൻ്റെ കുറച്ച് വെറൈറ്റി കളക്ഷൻസൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ അവിടെ നിന്ന് ഒരു സ്നേക്ക് പ്ലാന്റ് വാങ്ങി, പിന്നെ ഒരു അരൂത വാങ്ങി, പിന്നെ ഒരു ക്രീപ്പിംഗ് ഫിഗ്, അത് 2 വാങ്ങി. അത് ഒരെണ്ണത്തിന് 15 രൂപയായിരുന്നു. അപ്പോൾ 2 വാങ്ങി. ഇവിടെ മണ്ണില്ലാത്തതുകൊണ്ട് പിടിക്കുമെന്ന് അറിഞ്ഞൂടാ, എങ്കിലും പരീക്ഷിക്കാമെന്ന് ഓർത്തു. ഒരുപാട് വിലയുള്ള ചെടികളൊന്നും ഞാൻ വാങ്ങാറില്ല. 20, 10, 50 അങ്ങനെയൊക്കെയുള്ള തോതിലുള്ള നമ്മളെ കൊണ്ട് പറ്റാവുന്ന ചെടികളൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ വാങ്ങിക്കും. അങ്ങനെ അവിടെ നിന്ന് നമ്മൾ ഇറങ്ങി. എന്നിട്ട് ഇനി ഒരു ചായ കുടിക്കാൻ ഓർത്തു. അങ്ങനെ ഞങ്ങളൊരു ഹോട്ടലിൽ കയറി ബ്രെഡ് ഷവർമയാണ് കഴിച്ചത്. ഞാനൊരു ബ്രെഡ് ഷവർമയും ഒരു ചായയും കുടിച്ച്, മോനൊരു കിറ്റ്കാറ്റ് ഷേക്കും ഒരു ബ്രെഡ് ഷവർമയും കഴിച്ച്. അങ്ങനെ അതൊക്കെ കഴിച്ച് ഞങ്ങൾ അവിടെ നിന്ന് തിരികെ വീട്ടിലേക്ക് പോകുന്നു. അപ്പോൾ എൻ്റെ ഈ കുഞ്ഞു വ്ളോഗ് ഇഷ്ടപ്പെട്ടാൽ ഒരു കുഞ്ഞ് ലൈക്ക് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണേ. താങ്ക് യു.